നമ്മുടെ റോബിൻസ് ജോർജ് ചോദിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഒരു ഗവേണിംഗ് സിസ്റ്റത്തിൽ എന്തുകൊണ്ട് നിങ്ങളെപ്പോലുള്ള രാഷ്ട്രീയക്കാർക്ക് കാലാനുസൃതമായുള്ളതും നീതിയുക്തമായിട്ടുള്ള സംവിധാനം കൊണ്ടുവരാൻ കഴിയുന്നില്ല? യഥാർത്ഥത്തിൽ ആ നിലയ്ക്കുള്ള നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളും ഇടപെടലുകളും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷേ അത് റോബിൻ അടക്കമുള്ള ആളുകൾ പ്രതീക്ഷിക്കുന്ന വേഗതയിലാവണമെന്നില്ല, ആ സ്കെയിലിലും ഉണ്ടാവണം എന്നില്ല. എന്നാൽ പോലും കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഭരണത്തെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അത് കൂടുതൽ ഇഫക്റ്റീവ് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള നിയമനിർമ്മാണങ്ങളും ഇടപെടലുകളും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ നല്ല ട്രെൻഡുകളെ മുന്നോട്ട് കൊണ്ടുപോവുകയും കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഈ ദിശയിൽ വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു ചുവടുവെപ്പ് നമ്മുടെ രാജ്യം നടത്തിയത് 2005 വിവരാവകാശ നിയമമാണ്, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്റ്റാണ്. യഥാർത്ഥത്തിൽ ഏതൊരു ഭരണാധികാരിയും, അത് താഴെത്തട്ടിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥൻ മുതൽ മുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രിമാരും വരെയുള്ള ആളുകൾ ഏതൊരു നയപരമായിട്ടുള്ള തീരുമാനമെടുക്കുമ്പോഴും തങ്ങളുടെ അധികാരം ഉപയോഗപ്പെടുത്തുമ്പോഴും അത് നാളെ ഒരാൾ ചോദിക്കാനുണ്ട്. ഏതൊരു സാധാരണക്കാരനും അതിനെക്കുറിച്ചൊരു ചോദ്യം ഉന്നയിക്കാം, അവരുടെ മുമ്പിൽ ഞാൻ ആൻസറബിൾ ആണ് എന്ന ഒരു പോസിറ്റീവ് ഡിറ്ററൻറ്റ് ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് അഴിമതിയുടെ വലിയ അളവിൽ കുറവ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അതുകൊണ്ട് തന്നെയാണ് ഭരണാധികാരികൾ ഈ തരം നിയമങ്ങളെ കിട്ടാവുന്ന എല്ലാ അവസരങ്ങളിലും ഉപയോഗപ്പെടുത്താനും അല്ലെങ്കിൽ ദുർബലപ്പെടുത്താനും വേണ്ടി ശ്രമിക്കുന്നത്. ഇപ്പോൾ വിവരാവകാശ നിയമം ദേശീയ തലത്തിലും കേരളത്തിലും ആ നിലയിൽ ആസൂത്രിതമായിട്ട് അട്ടിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ്. വിവരാവകാശ കമ്മീഷണർമാരെ വെക്കില്ല, അപ്പീലുകൾ വേണ്ട രീതിയിൽ കേൾക്കില്ല. വിവരാവകാശ നിയമം എന്ന് പറയുന്നത് അതിൻ്റെ തുടക്കം മാത്രമായിരുന്നു. അതിൻ്റെ അടുത്ത പടിയായിട്ട് വോളണ്ടറി സെൽഫ് ഡിസ്ക്ലോഷറിലേക്ക് പോകണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിച്ചത്. ആരും ചോദിക്കാതെ തന്നെ കാര്യങ്ങളൊക്കെ പറയാൻ ഈ പറയുന്ന അധികാരം കൈയാളുന്ന ആളുകൾ തയ്യാറാവണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു സങ്കല്പം. പക്ഷേ ചോദിച്ചാലും പറയില്ല. ആ ചോദ്യങ്ങളെ പല രീതിയിൽ ഡൈവേർട്ട് ചെയ്യാനും അതിന് മുട്ടാപ്പോക്ക് ന്യായങ്ങൾ പറയാനും ഒക്കെയാണ് അധികാരികൾ ശ്രമിക്കുന്നത്. അപ്പോഴാണ് ഇതിൻ്റെ അപ്പീൽ സംവിധാനങ്ങളുടെ പ്രസക്തി കൈവരുന്നത്. പക്ഷേ അപ്പീൽ സംവിധാനങ്ങളും ദുർബലപ്പെടുത്തുകയാണ്. ഈ നിലയിൽ ആസൂത്രിതമായിട്ടുള്ള അട്ടിമറിയാണ് ദേശീയ തലത്തിലും കേരളത്തിലും വിവരാവകാശ നിയമവുമായിട്ടുണ്ടാകുന്നത്. വിവരാവകാശ നിയമത്തിൻ്റെ തുടർച്ചയായിട്ടാണ് സേവനാവകാശ നിയമം കടന്നു വരുന്നത്, റൈറ്റ് ടു സർവീസസ്. ഒരു സർക്കാർ ഓഫീസിൽ നിന്ന് ഒരു കാര്യം ഒരു പൗരന് അവകാശപ്പെട്ടതാണെങ്കിൽ, ഒരു സേവനം അവകാശപ്പെട്ടാണെങ്കിൽ ഒരു നിശ്ചിത സമയത്തിനകത്ത് അതിൻ്റെ ഒരു നിശ്ചിത രൂപത്തിൽ അത് ലഭിക്കണം എന്നുള്ളതാണ് സേവനാവകാശ നിയമത്തിൻ്റെ അടിത്തറ. അതിലും ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റുകളെ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുകയാണ് വേണ്ടത്. പക്ഷേ ദൗർഭാഗ്യവശാൽ ആദ്യം എത്ര ഡിപ്പാർട്ട്മെൻറ്റുകളിലാണോ ഈ സേവനാവകാശ നിയമം കൊണ്ടുവന്നത്, കാര്യമായിട്ട് പുതിയ ഡിപ്പാർട്ട്മെൻറ്റുകളൊന്നും കടന്നു വരുന്നില്ല, അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് ഈ നിലയിലുള്ള പ്രവർത്തനങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് ചെറുപ്പക്കാരടക്കമുള്ള ആളുകൾ മുന്നോട്ട് വരേണ്ടത്. ഇപ്പം അഴിമതിയാവട്ടെ, അല്ലെങ്കിൽ മെച്ചപ്പെട്ട ഭരണമാവട്ടെ, സൽഭരണമാവട്ടെ, അല്ലെങ്കിൽ അച്ഛേദിനാവട്ടെ, എല്ലാം ശരിയാവലാവട്ടെ, ഇതൊന്നും ഏതെങ്കിലും വ്യക്തിപരമായിട്ടുള്ള മേന്മയിലല്ല നടക്കേണ്ടത് എന്നുള്ളതാണ് ജനാധിപത്യത്തെക്കുറിച്ചുള്ള ഒരു പ്രാഥമിക പാഠമായിട്ട് എനിക്ക് തോന്നുന്നത്. നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ശക്തിപ്പെടുത്തുക, സിസ്റ്റംസിനെ കൂടുതൽ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ആ നിലയിൽ വിവരാവകാശ നിയമത്തുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനങ്ങൾ, സേവനാവകാശ നിയമവുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനങ്ങൾ, വോളണ്ടറി ഡിസ്ക്ലോഷറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താൻ കഴിയുന്ന അവസ്ഥ ഉണ്ടാവണം. ഒരുപക്ഷെ മാധ്യമങ്ങളടക്കം കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും ഫോളോ അപ്പ് ചെയ്യേണ്ടതും ഈ വക കാര്യങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ദിലീപ് കുമാർ ചോദിക്കുന്നത് ശശി തരൂരിൻ്റെ മോദിയെ ക്രിയാത്മകമായി വിമർശിക്കണമെന്ന അഭിപ്രായത്തോട് താങ്കൾ യോജിക്കുന്നുണ്ടോ എന്നതാണ്. ഏതൊരു വിമർശനവും ക്രിയാത്മകമായിരിക്കണം, വസ്തുനിഷ്ഠമായിരിക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മോദിയെക്കുറിച്ചുള്ള വിമർശനവും അങ്ങനെ തന്നെയാണ് ആയിരിക്കേണ്ടത്. എനിക്ക് തോന്നുന്നു ആ നിലയിലുള്ള വളരെ ക്രിയാത്മകമായിട്ടുള്ള, വളരെ വസ്തുനിഷ്ഠമായിട്ടുള്ള, അർത്ഥഗർഭമായിട്ടുള്ള മോദി വിമർശനം കഴിഞ്ഞ 5 വർഷത്തിനകത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ ഉയർത്തിയിട്ടുള്ള ഒരാൾ ഡോക്ടർ ശശി തരൂരാണ്. അദ്ദേഹത്തിൻ്റെ ദ പാരഡോക്സിക്കൽ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്ന പുസ്തകം ഞാൻ വായിച്ചിട്ടുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. വളരെ ആധികാരികമായിട്ട് ഓരോ മേഖലയിലും മോദി സർക്കാർ വരുത്തിയ വീഴ്ചകൾ, എത്രത്തോളം അത് ഇന്ത്യയുടെ അടിസ്ഥാനപരമായിട്ടുള്ള നന്മകളെ ഇല്ലാതാക്കി, ഇന്ത്യ എന്ന് പറയുന്ന ആശയത്തെ അത് എത്രത്തോളം ദുർബലപ്പെടുത്തുന്നു എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിന് വിമർശന രൂപത്തിൽ മുന്നോട്ട് വെക്കാനുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത നമുക്കറിയാം. ഇപ്പോൾ ഞാൻ അടക്കമുള്ള ആളുകൾ രാഷ്ട്രീയത്തിൽ വന്ന രീതിയിലല്ല അദ്ദേഹം വന്നത്.
നമ്മുടെ ഒരു മുഖ്യധാര രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയോ യുവജന പ്രസ്ഥാനത്തിലൂടെയോ ഒന്നുമല്ല അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത്. അദ്ദേഹം ലോകം അംഗീകരിക്കപ്പെടുന്ന ഒരു നയതന്ത്രജ്ഞനും അതിനുശേഷം എഴുത്തുകാരനും ആ നിലയ്ക്കുള്ള ഒരു ട്രാക്ക് റെക്കോർഡുമായിട്ടാണ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളെയും ആ ഒരു പശ്ചാത്തലത്തിൽ വേണം വിലയിരുത്താൻ. പക്ഷേ കേരളത്തിലെ ചില മാധ്യമങ്ങൾ അദ്ദേഹത്തെ വിടാതെ പിന്തുടരുകയാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കിനെയും വിവാദമാക്കാൻ പരിശ്രമിക്കുകയാണ്. അദ്ദേഹം ഇംഗ്ലീഷ് ഭാഷയാണ് കൂടുതൽ ഉപയോഗിക്കാറുള്ളത്. ആ ഇംഗ്ലീഷിൽ അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്കുകൾ പലപ്പോഴും ശരിയാവണ്ണം ഉൾക്കൊണ്ടുകൊണ്ട് ശരിയായ രീതിയിൽ തർജ്ജമപ്പെടുത്താൻ നമ്മുടെ മാധ്യമ പ്രതിനിധികൾക്ക് കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അനാവശ്യ വിവാദങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്നത്. അതോടൊപ്പം എനിക്ക് അദ്ദേഹത്തോടും പറയാനുള്ളത്, ഇങ്ങനെയൊരു സാധ്യത മുൻകൂട്ടി കാണണം. താങ്കൾ കേരളത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നും കേരളത്തിലെ മാധ്യമപ്രവർത്തകരും കേരളത്തിലെ രാഷ്ട്രീയ സമൂഹവും ഈ വക കാര്യങ്ങളെ എങ്ങനെയാണ് നോക്കിക്കാണാൻ സാധ്യതയുള്ളത് എന്നും മനസ്സിലാക്കിക്കൊണ്ട് വേണ്ടത്ര മുൻകരുതൽ എടുക്കണം എന്നുള്ളതാണ് സ്നേഹബുദ്ധിയ എനിക്ക് അദ്ദേഹത്തോടും പറയാനുള്ളത്. നരേന്ദ്രമോദി ഏതെങ്കിലും നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ അംഗീകരിക്കുന്നത് കൊണ്ട് തെറ്റുണ്ട് എന്ന് ഞാനും കരുതുന്നില്ല. പക്ഷെ അങ്ങനെയൊന്നും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് കണ്ടിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ എടുത്തു പറയാനൊന്നുമില്ല എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരുന്നത്. UPA ഗവൺമെൻറ് കൊണ്ടുവന്നതുപോലെ തൊഴിലുറപ്പ് പദ്ധതിയെ പോലെയോ വിവരാവകാശ നിയമത്തെ പോലെയോ സേവനാവകാശ നിയമത്തെ പോലെയോ ഭക്ഷ്യസുരക്ഷാ പദ്ധതിയെ പോലെയോ അല്ലെങ്കിൽ കാർഷിക കടങ്ങൾ എഴുതിത്തള്ളുന്നത് പോലെയോ ഉള്ള ജനങ്ങൾക്ക് നേരിട്ട് പ്രയോജനം കിട്ടുന്ന പദ്ധതികളൊന്നും നരേന്ദ്രമോദിയുടെ ആദ്യ ടേമിൽ ഉണ്ടായിട്ടില്ല. അതിനേക്കാൾ വേഴ്സായിട്ടുള്ള അവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് നമുക്കറിയാം. പിന്നെ ഒരു വർഷം എനിക്ക് തോന്നുന്നു ഇന്ത്യ ഗവൺമെൻറ് അവതരിപ്പിക്കുന്നത് ഏതാണ്ട് 20 ലക്ഷം കോടിയോളം രൂപ ബജറ്റുകളാണ്. അപ്പോൾ ഇത്രയും ഭീമമായിട്ടുള്ള തുകയ്ക്കുള്ള ബജറ്റിൽ ഓരോ വർഷവും അവതരിപ്പിക്കുമ്പോൾ ഏതെങ്കിലും ചില പദ്ധതികളൊക്കെ ജനങ്ങൾക്ക് പ്രയോജനം കിട്ടുന്ന പദ്ധതികളൊക്കെ ഉണ്ടാവും. പക്ഷെ അതിൻ്റെ പേരിൽ നരേന്ദ്രമോദി പുകഴ്ത്തപ്പെടേണ്ട ഒരാളാണ് എന്ന് കരുതുന്നില്ല. പൊതുവിൽ അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് വിനാശം മാത്രം, ബുദ്ധിമുട്ടുകൾ മാത്രം സംഭാവന ചെയ്യുന്ന ഒരു ഗവൺമെൻറ്റാണ്. അതിനെ ആ നിലയ്ക്ക് തന്നെ തുറന്ന് വിമർശിക്കാനും കൃത്യമായിട്ട് ജനമധ്യത്തിൽ തുറന്നു കാട്ടാനുമാണ് ശശി തരൂരാവട്ടെ ഞാനാവട്ടെ ഏതൊരു പ്രതിപക്ഷ ജനപ്രതിനിധിയുടെയും ഉത്തരവാദിത്തം. അദ്ദേഹത്തിൻ്റെ നല്ല കാര്യങ്ങൾ പറയാൻ വേറെ ഒരുപാട് ആളുകളുണ്ട്. പണം കൊടുത്തും അല്ലാതെയും അദ്ദേഹം തന്നെ നിയമിച്ചു വെച്ചിട്ടുള്ള ആയിരക്കണക്കിന് ആളുകൾ അപ്പുറത്തുണ്ട്. ആ വക കാര്യങ്ങൾ വേണമെങ്കിൽ അവർ പറഞ്ഞോട്ടെ. നമുക്ക് പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ ഭരണ പരാജയങ്ങളെ ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാട്ടുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. റഫീഖ് മുഹമ്മദ് ചോദിക്കുന്നത്, ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് പബ്ലിക് ടോയ്ലറ്റുകളുടെ അഭാവം. പബ്ലിക് ടോയ്ലറ്റുകൾ കുറച്ചുകൂടി സൗകര്യപ്രദമായ രീതിയിൽ പ്രായോഗികമാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു. MLA എന്ന നിലയിൽ താങ്കൾ എടുക്കുന്ന നടപടികളെക്കുറിച്ച് വിശദീകരിച്ചാൽ നന്നായിരുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ പൊതു സംവിധാനങ്ങൾ വഴി ഏർപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു അഭിപ്രായമില്ല. പക്ഷേ ഇതുപോലെയുള്ള കാര്യങ്ങൾ കൂടുതൽ ചെയ്യാൻ സാധിക്കുക നമ്മുടെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾക്കാണ്. പ്രത്യേകിച്ചും നമ്മുടെ പബ്ലിക് ടോയ്ലറ്റുകൾ നമ്മുടെ രീതിയിലുള്ള ഉപയോഗം വെച്ചുകൊണ്ട് നമുക്ക് സ്ഥിരമായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ, ക്ലീൻ ചെയ്യാൻ ഒരു വ്യക്തിയെ നിയമിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ MLA ഫണ്ട് പോലുള്ള ഫണ്ടുകളുടെ ഒരു പ്രശ്നം ഒറ്റത്തവണ മാത്രം ചെലവഴിക്കാൻ പറ്റുന്ന ഫണ്ടുകളാണ്. ഒരു അസറ്റ് ക്രിയേഷന് വേണ്ടി MLA ഫണ്ട് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ അതിൻ്റെ നടത്തിപ്പിന് വേണ്ടി റിക്കറിങ് എക്സ്പെൻസസ് വരുമ്പോൾ, തുടർ ചെലവുകൾ, ആവർത്തന ചെലവുകൾ വരുമ്പോൾ അത് MLA ഫണ്ട് വെച്ച് മീറ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് പഞ്ചായത്തുകൾക്കാണ് സാധിക്കുക. അവരുടെ ഫണ്ട് വെച്ച് താൽക്കാലിക ആളുകളെയൊക്കെ നിയമിക്കാനൊക്കെ പറ്റും. അപ്പോൾ പഞ്ചായത്തുകളുമായിട്ടൊരു ആ നിലയ്ക്കുള്ള ഒരു കോർഡിനേഷൻ ഉണ്ടായാൽ മാത്രമാണ് എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. തൃത്താല നിയോജകമണ്ഡലത്തിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് പഞ്ചായത്തുകളുടെ ഭാഗത്തു നിന്ന് രാഷ്ട്രീയ കാരണങ്ങളാൽ ആ നിലയിലുള്ള ഒരു സഹകരണം ഉണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല, പരമാവധി എല്ലാ കാര്യങ്ങളിലും നെഗറ്റീവായി പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താനുള്ള സമീപനങ്ങളാണ് സ്വീകരിക്കുന്നത് എന്നുള്ളത് ആ നാടുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും നടക്കാതെ പോകുന്നത്. എന്നാലും ഇപ്പോൾ നമ്മൾ പടിഞ്ഞാറങ്ങാടിയിൽ അവിടുത്തെ ഒരു വായനശാല, അതിൻ്റെ കെട്ടിടം നവീകരിക്കാൻ വേണ്ടി MLA ഫണ്ട് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവിടെ ഒരു പൊതു ടോയ്ലറ്റ് കൂടി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന വ്യത്യസ്ത ടോയ്ലറ്റുകൾ നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതിൻ്റെ നടത്തിപ്പ് ആ വായനശാലക്കാർ ഏറ്റെടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ നമുക്കൊരു കൃത്യതയുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് കൂടുതൽ സ്ഥലങ്ങളിൽ ചെയ്യാൻ പറ്റുള്ളൂ. നാളുകളിലും പഞ്ചായത്തുകൾ തയ്യാറായി വരികയാണെങ്കിൽ അതിനുവേണ്ടി ലഭ്യമാവുന്ന എല്ലാ ഫണ്ടുകളും അനുവദിക്കാൻ ഞാൻ തയ്യാറാണ്. ഷാജഹാൻ ആലൂരും സാരഥി കണ്ണന്തറയും ഒക്കെ ചോദിക്കുന്നത് എൻ്റെ സോഷ്യൽ മീഡിയയിലെ ചില പരാമർശങ്ങളും അതിനെ തുടർന്നുണ്ടായ വിവാദങ്ങളും അവയുടെ പൊളിറ്റിക്കൽ റിപ്പർക്കഷൻസിനെ കുറിച്ച് നോക്കിയാണ്. സോഷ്യൽ മീഡിയ എനിക്ക് തോന്നുന്ന ഒരു വേറെ ലോകമാണ്. അവിടെ പലപ്പോഴും എൻ്റെ തന്നെ അനുഭവം,
വളരെ കാര്യമാത്ര പ്രസക്തമായിട്ട് ഏതെങ്കിലും വിഷയത്തെ അധികരിച്ചുകൊണ്ട് നമ്മളൊരു പോസ്റ്റ് ഇട്ടാലോ, നിയമസഭയിൽ ഏതെങ്കിലും പ്രസംഗം അവിടെ പോസ്റ്റ് ചെയ്താലോ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ വളരെ കുറച്ചാളുകൾ മാത്രം പങ്കെടുക്കുന്ന ഒന്നായിട്ടാണ് മാറാറുള്ളത്. അതേസമയം ട്രോളുകളുടെ രൂപത്തിലും മറ്റു തരത്തിലുള്ള വിമർശനങ്ങളുടെ രൂപത്തിലും ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾ അതിനെ ടേക്കേഴ്സായിട്ട് കാണാറുണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയയിലെ സംവാദങ്ങളുടെ ഒരു പരിമിതിയായിട്ട് എനിക്ക് തോന്നുന്നത് ഒരുപാട് പരപ്പുണ്ട്, പക്ഷെ ആഴം കുറവാണ് എന്നുള്ളതാണ് പൊതുവിലുണ്ടാവുന്നത്. ചില വിവാദങ്ങളും ആ നിലയിലാണ് ഉണ്ടാകുന്നത്. ഇപ്പം ഏറ്റവും ഈ പരാമർശ വിധേയമായിട്ടുള്ള AKG വിഷയവുമായിട്ട് ബന്ധപ്പെട്ട പരാമർശങ്ങളടക്കം ഒരു സോഷ്യൽ മീഡിയയിലെ ഒരു ഗ്രൂപ്പിനകത്തെ ഒരു ചർച്ചയിൽ ഒരു വ്യക്തി വളരെ പ്രകോപനപരമായി എന്നെയും എൻ്റെ പാർട്ടിയുടെയും നേതാക്കന്മാരെ മുഴുവൻ അധിക്ഷേപിച്ചുകൊണ്ട് അങ്ങേയറ്റം ഹീനമായ ഭാഷയിൽ നടത്തിയ ഒരു പ്രയോഗത്തിന് നൽകിയ ഒരു റിപ്ലൈ കമൻറ്റാണ്. സോഷ്യൽ മീഡിയയ്ക്ക് അങ്ങനെ ഒരു ടിറ്റ് ഫോർ ടാറ്റ് രീതിയുണ്ട്, സ്വഭാവമുണ്ട്. അങ്ങനെ അത് മുന്നോട്ട് പോവുകയുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ പേരെടുത്ത് പറഞ്ഞ് നൽകിയ ഒരു മറുപടിയാണ് അതിൻ്റെ സ്ക്രീൻഷോട്ട്. ഇതിനാധാരമായിട്ടുള്ള ഒറിജിനൽ കമൻറ്റ് ഹൈഡ് ചെയ്തുകൊണ്ട് എൻ്റെ മറുപടി കമൻറ്റ് മാത്രം സ്ക്രീൻഷോട്ട് എടുത്ത് കട്ട് ചെയ്ത് വലിയ രീതിയിൽ ബ്ലോ അപ്പ് ചെയ്ത് മറ്റ് സ്ഥലങ്ങളിലൊക്കെ പ്രചരിപ്പിച്ചു. അപ്പോൾ ഈ ചർച്ച നേരിട്ട് കാണാത്ത ആളുകളെ സംബന്ധിച്ച് അത് ആ നിലയ്ക്കുള്ള ഒരു വിവാദമായിട്ട് മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാനത് ആ സമയം തൊട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ആളുകൾക്കത് മനസ്സിലായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. എന്നെ സംബന്ധിച്ച് അതൊരു സ്ഥിരം രീതിയല്ല, അത് ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ പറഞ്ഞ പരാമർശം പോലും ആവർത്തിക്കാനോ മറ്റു രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് ഇങ്ങോട്ട് പറഞ്ഞ ഒരാൾക്ക് നൽകിയ വ്യക്തിപരമായിട്ടുള്ള മറുപടി എന്ന നിലയിൽ മാത്രമേ അതിന് പ്രസക്തിയുള്ളൂ. പിന്നെ അതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയമായി വേട്ടയാടാൻ ശ്രമിച്ചാൽ, മറ്റു തരത്തിലുള്ള രാഷ്ട്രീയ വിരോധം തീർക്കാൻ വേണ്ടി ഇതൊരു അവസരമായിട്ട് ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും അത്തരക്കാർക്ക് മുമ്പിൽ കീഴടങ്ങാൻ നമുക്ക് കഴിയില്ല. പ്രത്യേകിച്ചും നമ്മുടെ സോഷ്യൽ മീഡിയ ഉപയോഗം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വരുന്നതിന് മുമ്പുള്ള രാഷ്ട്രീയ പ്രചരണങ്ങളുടെ രീതിയൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, അതിൻ്റെ ചരിത്രം എടുത്തു നോക്കിയാൽ നമുക്കറിയാം രാഷ്ട്രീയ എതിരാളികളെ ഒരു മര്യാദയുമില്ലാതെ തേജോവധം ചെയ്യുകയും അധിക്ഷേപിക്കുകയും ചെയ്ത ആളുകളാണ് കേരളത്തിൽ എങ്കിലും CPM അടക്കമുള്ള പാർട്ടികൾ. അപ്പോൾ അത്തരം പാരമ്പര്യമുള്ള ആളുകൾക്ക് ആ പാരമ്പര്യം അവരിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള ആളുകൾക്ക് എന്നോടോ മറ്റാരോടെങ്കിലുമോ ഒരു അൺകണ്ടീഷണൽ അപ്പോളജി ഡിമാൻഡ് ചെയ്യാൻ, ഫോഴ്സ്ഫുള്ളി ഡിമാൻഡ് ചെയ്യാനുള്ള അർഹതയില്ല എന്നുള്ളത് കൊണ്ടാണ് അവരുടെ ഭീഷണിക്ക് മുമ്പിൽ കീഴടങ്ങാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാട് ആ ഘട്ടത്തിൽ സ്വീകരിക്കേണ്ടതായിട്ട് വന്നത്. അപ്പോൾ നമുക്കറിയാം, ശ്രീ പിണറായി വിജയൻ കേരളത്തിൻ്റെ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ് അദ്ദേഹം അന്ന് കൊല്ലത്ത് പാർലമെൻറ്റ് സീറ്റിലേക്ക് മത്സരിച്ച ശ്രീ NK പ്രേമചന്ദ്രനെ കുറിച്ച് വളരെ അധിക്ഷേപകരമായിട്ടുള്ള ഒരു പരാമർശം നടത്തിയത്. അതൊരൊറ്റത്തവണ പരാമർശമാണെങ്കിൽ ആ നിലയ്ക്ക് നമുക്ക് കാണാമായിരുന്നു. 5 വർഷത്തിന് ശേഷം രണ്ടാമതൊരു ഇലക്ഷൻ വന്നപ്പോൾ പത്രക്കാർ ഇതേ ചോദ്യം ശ്രീ പിണറായി വിജയനോട് ചോദിച്ചു. ഇന്ന് അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം അന്നത്തെ അതേ പരാമർശത്തെ ആവർത്തിക്കുകയാണ്. താൻ അന്ന് പറഞ്ഞത് 100% ശരിയായിരുന്നു എന്ന് ഇപ്പോഴും പിടിവാശി പിടിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് CPMൻ്റെ ഓരോ നേതാക്കന്മാരുടെയും ഈ പൊതുരംഗത്തെ പ്രതികരണങ്ങൾ. ശ്രീ M മണി അടക്കമുള്ള ആളുകൾ ഡോക്ടർ മൻമോഹൻ സിംഗിനെ പോലെ ലോകം ആദരിക്കുന്ന ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ കൂടിയായ മുൻ പ്രധാനമന്ത്രിയെ ഏത് രീതിയിലാണ് വിശേഷിപ്പിച്ചത്, അധിക്ഷേപിച്ചത് എന്നുള്ളതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഇവിടെ തുല്യനീതി ഉണ്ടാവണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, എൻ്റെ ഭാഗത്ത് നിന്ന് അക്കാര്യത്തിൽ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് സമ്മതിക്കാനോ അത് ആവർത്തിക്കാതിരിക്കാനോ ഉള്ള വിവേകവും ഔചിത്യവും ഞാൻ കാണിക്കുന്നുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള തെറ്റായ പരാമർശങ്ങൾ, അധിക്ഷേപകരമായിട്ടുള്ള പരാമർശങ്ങൾ ആവർത്തിക്കുന്ന ആളുകൾക്ക്, അതിൽ അഭിമാനം കൊള്ളുന്ന ആളുകൾക്ക് മറ്റുള്ള ആളുകളോട് അൺകണ്ടീഷണൽ അപ്പോളജി ഡിമാൻഡ് ചെയ്യാനുള്ള അർഹതയില്ല എന്നുള്ളത് മാത്രമേ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളൂ. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും എൻ്റെ മണ്ഡലത്തിലടക്കം ചോദ്യത്തിൽ അതുണ്ട്. എൻ്റെ മണ്ഡലത്തിലടക്കം ബഹിഷ്കരണവും രാഷ്ട്രീയമായിട്ടുള്ള തൊട്ടുകൂടായ്മയും വെച്ച് പുലർത്തിക്കൊണ്ടാണ് CPM മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ എത്രത്തോളം അസഹിഷ്ണുതയുടെ രാഷ്ട്രീയമാണ് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നതിൻ്റെ ഒരു സൂചനയാണ്. അങ്ങനത്തെ ഒരു സംഭവത്തിൽ, ഒരു പരാമർശത്തിൻ്റെ പേരിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയെ 2 വർഷത്തോളമായി പ്രവർത്തിക്കാൻ അനുവദിക്കാതെ ശ്വാസം മുട്ടിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് ഒരു വളരെയധികം ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തന ശൈലിയാണ്. ഏതായാലും തൃത്താലയിലെ ജനങ്ങൾ അതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലടക്കം അതിന് ശക്തമായിട്ടുള്ള മറുപടി ജനങ്ങൾ നൽകിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധ ശൈലിക്ക് നിലനിൽപ്പില്ല എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ഒരുപോലെ കാണുന്നത്. CPMന് പക്ഷേ അത് മനസ്സിലാക്കാനുള്ള വിവേകം ഇതുവരെ തൃത്താലയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആ ബഹിഷ്കരണ സമരങ്ങൾ ഇപ്പോഴും അവർ തുടർന്നുകൊണ്ട് പോകുന്നതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്.